ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേരള സ്റ്റൈൽ തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ 5 മിനിറ്റിൽ കുക്കറിലാണ് വെക്കുന്നത്. ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഒന്നും ചേർക്കാതാണ് വെക്കുന്നത്. നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോകാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയിടണം. സവാള, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ അരിഞ്ഞത് ഒരുമിച്ചിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് ചിക്കൻ്റെ അളവിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3 സ്പൂൺ ചെറിയ സ്പൂണ് മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഗ്രേവി ആയിട്ടല്ല വെക്കുന്നത്. നമുക്ക് അപ്പത്തിനും ഒക്കെ കഴിക്കുന്ന രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഗ്രേവി ആയിട്ടല്ല വെക്കുന്നത്. നമുക്കൊന്ന് കുക്കറിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ ഗ്രേവി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇതിൽ എക്സ്ട്രാ നമ്മൾ ചിക്കൻ മസാലയൊന്നും ചേർക്കുന്നില്ല. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി ചിക്കൻ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വിറകടുപ്പും മൺചട്ടിയും ഒന്നും ഇല്ലാതെ തന്നെ കുക്കറിൽ 5 മിനിറ്റ് കൊണ്ട് നല്ല നാടൻ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി വയ്ക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.